നമസ്കാരം. സൗഖ്യത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ കുടുംബത്തിന്റെയും സന്തോഷവും വെളിച്ചവുമാണ് അവിടുത്തെ കുട്ടികൾ. അവരുടെ വളർച്ചയും സംരക്ഷണവും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അമ്മയ്ക്കും കുഞ്ഞിനും മികച്ച പരിചരണം നൽകുന്ന ഒരു മികച്ച ഹോസ്പിറ്റലിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്, സൈമദ വിമൻസ് ഹോസ്പിറ്റൽ. ഇവിടുത്തെ ഫീറ്റൽ മെഡിസിൻ മേധാവി ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. വെൽക്കം ടു ദ ഷോ സർ. നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷമായി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ആ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതലൊരു ധാരണ നമുക്കാർക്കും ഇല്ല. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് പറഞ്ഞു തരാമോ? ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഓബ്സ്റ്ററ്റിക്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരിക. യൂഷ്വലി ഓബ്സ്റ്ററ്റിഷ്യൻസ് ആണ് ഫീറ്റൽ മെഡിസിൻ അല്ലെങ്കിൽ ഫീറ്റൽ മെറ്റേണൽ മെഡിസിൻ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അഫ്കോഴ്സ് വേറെ സ്പെഷ്യാലിറ്റീസ് ഇപ്പോൾ ഇത് എടുക്കുന്നുണ്ട്. അവരുടെ പ്രൈം കൺസേൺ എന്ന് വരുന്നത് ഫീറ്റസ് ആണ്. എപ്പോഴും നമ്മൾ പ്രഗ്നൻസി പോകുമ്പോൾ അമ്മയുടെ കാര്യമല്ലേ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഫീറ്റസിൻ്റെ കാര്യം നമ്മൾ അധികം നോക്കാറില്ല. ഒരു സ്കാൻ ചെയ്യും, കൂടി വന്നാൽ 2 സ്കാൻ ചെയ്യും. അതിൽ കുറച്ച് അംഗവൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലയോ നോക്കും. അംഗവൈകല്യങ്ങൾ കാണുകയാണെങ്കിൽ യൂഷ്വലി അപ്പോൾ തന്നെ ടെർമിനേറ്റ് ചെയ്യും, അതിനെപ്പറ്റി ഫൊർഗെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു മിസ്ഫോർച്യൂനായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് യൂഷ്വൽ പ്രാക്ടീസ്. ഫീറ്റൽ മെഡിസിനിൽ നമ്മൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ എബ്നോർമാലിറ്റീസ് ഓഫ് കണ്ടുപിടിക്കണം. ചില കേസസിൽ നമുക്ക് എബ്നോർമാലിറ്റീസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ലൈഫ് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് റെയർ. അപ്പോൾ ആ സമയത്ത് ലൈഫ് വരുമ്പോൾ അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോൾ ടെർമിനേഷൻ ഒരു ഈസി ഓപ്ഷനാണ്. ബട്ട് വി ചൂസ് സംതിങ് എൽസ്. നമ്മൾ കുറച്ചുകൂടിയും ആ ബേബീസിനെ സേവ് ചെയ്യാനും അവർക്കൊരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് എത്തിക്കാൻ ഉള്ള സാധ്യതകളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച നോർമൽ ആണോ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? സ്കാനിൽ നമ്മൾ കുട്ടിയുടെ ഗ്രോത്ത് നോക്കും. അതെപ്പോഴും സ്കാൻ ചെയ്യണമെന്നില്ല, നമുക്ക് ക്ലിനിക്കലി നമുക്ക് നോക്കിയാലും അറിയാൻ പറ്റും. പക്ഷെ ചില കേസസിൽ ആ ഗ്രോത്ത് അത്ര ഓബ്വിയസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞിട്ട് അറിയണേക്കാട്ടി നല്ലത് ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. അത് ഫീറ്റൽ മെഡിസിനിൽ പറ്റും. നമ്മൾ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ രക്തോട്ടം നോക്കും, യൂട്രസിലേക്കുള്ള രക്തോട്ടം നോക്കും. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്, ഹോർമോണൽ അസസ്മെൻറ്റ്സ് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ കുട്ടിക്ക് ഭാവിയിൽ വളർച്ച കുറവ് വരാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ അമ്മയ്ക്ക് BP കൂടാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത് വരാതിരിക്കണതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡൗൺ സിൻഡ്രോം പോലത്തെ കേസസ് നമ്മൾ പൊതുവേ ഭയങ്കര കൂടുതലായിട്ട് കേൾക്കുന്നത്, നമുക്ക് തന്നെ വളരെ ഫെമിലിയർ ആണ്. അങ്ങനെയുള്ള കേസസിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഡൗൺ സിൻഡ്രോം എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു പ്രോ ലൈഫാണല്ലോ. അപ്പോൾ ഡൗൺ സിൻഡ്രോം കുട്ടികളെ നമ്മൾ കണ്ടിട്ട് അപ്പോൾ തന്നെ ടെർമിനേറ്റ് ചെയ്യാനല്ല പറയണത്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് 3 മന്ത്സിലൊരു സ്കാൻ ഉണ്ട്. അതിൽ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞൊരു മെഷർമെൻ്റ് എടുക്കും. അത് കൂടാതെ മദറിൻ്റെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. അതിൽ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും ഏത് കുട്ടികൾക്കാണ് അസുഖം വരാൻ സാധ്യതയുള്ളതെന്ന്. എന്നിട്ട് അങ്ങനത്തെ അസുഖമുള്ള കുട്ടികളെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് ടെർമിനേഷൻ അല്ല നമ്മൾ പറയണത്. ഇതാണ് കുട്ടിക്ക് വരാനുള്ള അസുഖത്തിന് സാധ്യതകൾ, ഇതൊക്കെയാണ് കുട്ടിക്ക് വരാനുള്ള പ്രോബ്ലംസ്. എന്നിട്ട് കപ്പിളിനൊരു ഡിസിഷൻ എടുക്കാം whether they want to actually have that child or not. പിന്നെ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രായം കൂടുതലുള്ള സ്ത്രീകൾ ഗർഭിണിയാകുമ്പോഴാണ്. ഇപ്പോൾ മോസ്റ്റ് ലൈക്ലി ആൾക്കാർ കരിയറും എല്ലാം കഴിഞ്ഞിട്ട് 35-36 ഇയേഴ്സ് ആകുമ്പോഴായിരിക്കും ദേ ഡിസൈഡ് ടു ഹാവ് എ പ്രഗ്നൻസി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 പ്രോബ്ലംസാണ് അവർക്കുള്ളത്. ഒന്ന്, അവരുടെ അണ്ഡാശയത്തിന് പ്രായം കൂടും, എഗ്ഗിന് പ്രായം കൂടും. അപ്പോൾ എഗ്ഗിന് പ്രായം കൂടുമ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടും. രണ്ടാമത്, നമ്മൾ 35 ഇയേഴ്സിന് മുകളിലാകുമ്പോൾ നമുക്ക് BP വരാനുള്ള സാധ്യതയുണ്ട്, ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനത്തെ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഒന്ന് എൽഡർലി വിമൻ, പിന്നെ രണ്ടാമത് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, കൂടുതൽ ഫീറ്റസസ് ഉണ്ടെങ്കിൽ അത് ഹൈ റിസ്ക് ആയിട്ട് മാറും. പിന്നെ ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ റീനൽ ഡിസീസോ ഹാർട്ട് ഡിസീസോ ഇങ്ങനെയുള്ള അമ്മമാർ പ്രഗ്നൻ്റ് ആകുമ്പോഴൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതും ഞാനൊരു ഡൗട്ട് വെക്കട്ടെ, നമുക്ക് ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ റിസ്ക് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇപ്പൊ എല്ലാവരുടെയും ഹെൽത്ത് ഒരേപോലെയല്ല. ഇപ്പൊ എല്ലാവർക്കും PCOS PCOD കണ്ടീഷൻസ് ഇല്ല. അപ്പൊ ഇൻഡിവിജ്വലി ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് I'm 28, ഇപ്പൊ എനിക്ക് വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അറിയാൻ പറ്റുമോ എത്ര ഏജ് റേഞ്ച് വരെ എനിക്കൊരു കുട്ടിയെ പറ്റി ചിന്തിക്കാതിരിക്കാം എന്ന് അറിയാൻ പറ്റും? അല്ല, ഫോർ ദ യങ്ങർ ഏജ് ഗ്രൂപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു 28-29 ഇയർ ഓൾഡ് വുമൺ ഇങ്ങനെ ഒരു ഡൗട്ടായിട്ട് വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ
വൺ ഇസ് ടു ഫ്രീസ് ദിയർ എഗ്സ്. എഗ് ഫ്രീസിങ് ഇസ് നൗ വെരി കോമൺ. കേരളത്തിൽ ഓൾമോസ്റ്റ് മിക്ക സെൻറ്റേഴ്സിലുണ്ട് ഫ്രീസ് യുവർ എഗ്സ്. ഫ്രീസ് ചെയ്താലുള്ള ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്തു. നിങ്ങൾ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആ ഹെൽത്തി എഗ്ഗ് നിങ്ങൾ പ്രിസർവ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ദെൻ യു ഹാവ് ദാറ്റ് ലിബർട്ടി ടു ഡിസൈഡ് വെൻ യു ക്യാൻ ബിക്കം പ്രഗ്നൻറ്റ്. അപ്പോൾ നമ്മളൊരു 35 36 ആയാലും നമ്മുടെ 28 ഇയേഴ്സോ 26 ഇയേഴ്സിലുള്ള എഗ്ഗ് ഫ്രീസറിലുണ്ട്. അപ്പോൾ നമുക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. ബട്ട് യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ യുവർ ഹെൽത്ത്. ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി കേസസിലെ പൊതുവെ എടുക്കുന്ന ചികിത്സാ രീതികൾ എന്താണ്? പിന്നെ എനിക്ക് സിമ്മർ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സ്പെഷ്യലി നിങ്ങൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഫീറ്റസ് ആൻഡ് മദറാണ്. അപ്പോൾ ഫീറ്റൽ തെറാപ്പി എന്ന് പറയും. ദർ ആർ നമ്പർ ഓഫ് കണ്ടീഷൻസ് നമുക്ക് ഫീറ്റസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളൊരു അസുഖം കണ്ടു, നമുക്കത് ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി അത് ഫസ്റ്റ് തുടങ്ങിയത് കേരളത്തിൽ സൈമാർ തന്നെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് ലങ്സിൻ്റെ അകത്തൊരു സിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മുഴയുണ്ട്. പണ്ടത്തെ കാലത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. വിൽ ഹാവ് ടു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ ഇനക്കം വയറിൻ്റെ അകത്ത് നിൽക്കും. ഇപ്പോൾ നമുക്ക് വയറിൻ്റെ അകത്ത് ആ കുട്ടിയുടെ സിസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഷണ്ട്സ് ഇടാൻ പറ്റും. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് മൂത്രം പോകാത്ത പ്രശ്നം ഉണ്ടാവും വയറിൻ്റെ അകത്ത്, അതും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ട്വിൻസിന് ഒരു ബേബിക്ക് പ്രശ്നം വരും, മറ്റേ ബേബി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ പ്ലാസെൻറ്റാസ് തമ്മിലുള്ള കണക്ഷൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പണ്ടത്തെ പോലെ ഒരു അസുഖം കണ്ട അപ്പോൾ തന്നെ വേണ്ടാന്ന് വയ്ക്കുകയല്ല, നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ട് ചിലർക്ക് ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ ചിലപ്പോൾ ഏർലിയർ ഏജ് ഗ്രൂപ്പിൽ വരാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ പ്രഗ്നൻസി എങ്ങനെ നോക്കണം, എങ്ങനെ മോണിറ്റർ ചെയ്യണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ മോണിറ്റർ ചെയ്ത് നോക്കുന്ന പ്രഗ്നൻസീസ് ഹെൽത്തി ആയിട്ട് ആ 37-38 വീക്സ് വരെ എത്തും. And we will be able to get a healthy mother and a healthy baby. Thank you so much, sir. നമുക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ കേട്ടിട്ടാണെങ്കിലും നമുക്ക് അറിയില്ല ഫീറ്റൽ മെഡിസിൻ എന്താണെന്ന് കൃത്യമായിട്ട്. സർ വളരെ നന്നായി നമുക്കത് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. Thank you. അടുത്തതായി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മീനു പരശുറാമാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫീറ്റൽ മെഡിസിൻ, സൈമദ വിമൻസ് ഹോസ്പിറ്റൽ. നമസ്കാരം ഡോക്ടർ. നമ്മൾ ഈ ട്വിൻ പ്രഗ്നൻസി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് നമുക്കൊരു ധാരണയില്ല. സോ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം. ട്വിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ വരാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഐഡന്റിക്കൽ ട്വിൻസ്, അതായത് രണ്ടുപേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും. പിന്നെ നോൺ ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാവും. അവർ രണ്ട് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നോൺ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് വേറെ സെപ്പറേറ്റ് റൂംസിൽ താമസിക്കുന്ന പോലെയാണ്. അപ്പോൾ അവർക്ക് വല്ല ഒരു ബ്ലഡ് സപ്ലൈ, പ്ലാസെൻറ്റ, എല്ലാ കാര്യങ്ങൾ സെപ്പറേറ്റാണ്. അപ്പോൾ അവർ തമ്മിലൊരു ഷെയറിങ് ഒന്നുമില്ല. പക്ഷേ ഐഡൻറ്റിക്കൽ ട്വിൻസ് അങ്ങനെയല്ല. ഐഡൻറ്റിക്കൽ ട്വിൻസിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അത് സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ രണ്ട് പേര് ഒരു മുറിയിൽ താമസിക്കുന്ന പോലെയാണ്. അപ്പോൾ സോ ഒരേ പ്ലാസെൻറ്റ വെച്ചിട്ട് രണ്ട് പേർക്കാണ് ബ്ലഡ് സപ്ലൈ കിട്ടുന്നത്. സോ അപ്പോൾ ഒരു പ്ലേറ്റിന് രണ്ടുപേര് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഞാൻ വളരെ കോമൺ ആയിട്ട് എക്സാമ്പിൾ പറയാറുണ്ട്, കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ നോർമൽ രീതിയിൽ വളരും. പക്ഷേ ഭക്ഷണം കുറവായിട്ട് കിട്ടുന്ന ആളിൻ്റെ എന്താ സംഭവിക്കും, വളർച്ച കുറഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ ഒരു ഫിനോമിനാണ് നമ്മുടെ ഐഡൻറ്റിക്കൽ ട്വിൻസ്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ടേംസിൽ നമ്മൾ പറഞ്ഞാൽ മോണോകൊറിയോണിക് ട്വിൻസിലാണ് സംഭവിക്കുന്നത്. അവർക്ക് ഒറ്റ പ്ലാസെൻറ്റ ആയതുകൊണ്ട് അവരെ തമ്മിൽ ചിലപ്പോൾ ഒരു 10-15% കേസസിൽ ബ്ലഡ് സപ്ലൈയിൽ വ്യത്യാസങ്ങൾ വരാം. ആ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചില കോംപ്ലിക്കേഷൻസ് വരാം. നമ്മൾ സയൻറ്റിഫിക് ടേംസിൽ പറയാം ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം. അതേതാ ഒരാൾക്ക് ബ്ലഡ് സപ്ലൈ കൂടുതൽ കിട്ടുന്നുണ്ട്, അപ്പോൾ അയാൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. പക്ഷെ അതേ രീതിയിൽ രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്ന ബ്ലഡ് സപ്ലൈ അതനുസരിച്ചിട്ട് കുറവായിരിക്കും, കാരണം ഒറ്റ പ്ലാസെൻറ്റയിലേ ഉള്ളൂ. സോ അയാളുടെ ഗ്രോത്ത് കുറയും, അയാൾക്ക് കിട്ടുന്ന ബ്ലഡ് സപ്ലൈ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് നമ്മുടെ കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, രണ്ട് പേരിൻ്റെ ഡെത്തായി പോവും. അല്ലെങ്കിൽ ഒരാളോട് ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ആളുടെ ഡെത്തായി കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ന്യൂറോളജിക്കൽ ഡാമേജ്, ബ്രെയിൻ ഡാമേജ്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വരാം. സോ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കേസസിൽ, എസ്പെഷ്യലി ഐഡൻറ്റിക്കൽ ട്വിൻസിൽ നമുക്കൊരു ഫീറ്റൽ മെഡിസിൻ പെർസ്പെക്റ്റീവിൽ അവർക്ക് കൂടുതൽ സ്കാനിങ്, എല്ലാ 2 ആഴ്ചയിൽ അവർ സ്കാൻ ചെയ്ത് നോക്കണം. കറക്റ്റായിട്ട് നമുക്ക് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കണം. പിന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം. പല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ഉണ്ട്. നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് സംതിങ് കോൾഡ് ആസ് ഫീറ്റോസ്കോപ്പിക് ലേസർ.
അതായത് നമ്മൾ വലിയ ആൾക്കാരിൽ ഒരു കീ ഹോൾ സർജറി ചെയ്യില്ലേ, അതുപോലെ തന്നെ നമുക്ക് ബേബീസിന് ഒരു ഫീറ്റോസ്കോപ്പ്, ലാപ്രോസ്കോപ്പിൻ്റെ പകരം വി കോൾ ഇറ്റ് ആസ് എ ഫീറ്റോസ്കോപ്പ്. അപ്പോൾ ആ ഫീറ്റോസ്കോപ്പ് വഴി നമുക്ക് ഈ ഒരു പ്ലാസെൻറ്റ രണ്ടാക്കാൻ പറ്റും. അവരെ തമ്മിലുള്ള ബ്ലഡ് സപ്ലൈ നമുക്ക് കട്ട് ചെയ്യാം, സോ ദാറ്റ് അവർക്ക് രണ്ടുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലഡ് സപ്ലൈ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾ കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ചാൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് അവർക്കും കുറച്ചും കൂടി കൂടുതൽ സ്കാനിങ് കാര്യങ്ങൾ വേണം. പക്ഷേ ആസ് കമ്പയർഡ് ടു ഐഡൻറ്റിക്കൽ ട്വിൻസ് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ എന്തെങ്കിലും ഡാമേജ് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയണത് പൊതുവേ നമ്മൾ ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്രയും നമ്മളതിന് യൂസ് ടു അല്ല. പെട്ടെന്ന് ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോഴും നമ്മളെ മനസ്സിലുള്ളത്. ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഈ ജനറ്റിക് അസുഖം അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു ആപ്രിഹെൻഷൻ ടു ആക്സെപ്റ്റ്, എൻ്റെ ഫാമിലിയിൽ വേറെ ആർക്കും അങ്ങനെ ഒന്നുമില്ലല്ലോ, അപ്പോൾ എനിക്കത് വരാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ ജനറ്റിക് ഡിസോർഡേഴ്സ് പാരമ്പര്യമായിട്ടല്ല വരാം. അത് നമുക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ഡിസോർഡറായിട്ട് വരാം. അതിന് മോസ്റ്റ് കോമൺ ജനറ്റിക് ഡിസോർഡർ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ബിക്കോസ് കുറേ അമ്മമാരിപ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻ്റ് ആവുന്നത്, ഇസ് ഡൗൺ സിൻഡ്രോം. അപ്പോൾ ഈ ഡൗൺ സിൻഡ്രോം പോലെ അസുഖങ്ങൾ നമുക്ക് പ്രഗ്നൻസിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ആസ് എ റൂൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെല്ലാവർക്കും ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് ചെയ്യുക. അത് നമ്മുടെ സ്കാനിങ് പിന്നെ നമ്മുടെ അമ്മാൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെ കോമ്പിനേഷനാണ്. യൂഷ്വലി അത് നമ്മുടെ 3rd month ഓഫ് പ്രഗ്നൻസിയിലാണ് ചെയ്യുക. അതിൽ നമ്മുടെ സ്കാനിങ്ങിൽ ഈ എല്ലാ ബേബീസിൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു നീർക്കെട്ടുണ്ടാവും. അത് നമ്മൾ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി ആണ് പറയുക. അപ്പോൾ അത് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ മദറിൻ്റെ ബ്ലഡ് എടുക്കും. ബ്ലഡിൽ നമ്മൾ 2 ഹോർമോൺസിൻ്റെ അളവ് നോക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വി അസസ് ദ റിസ്ക്. അപ്പോൾ സാധാരണ രീതിയിൽ റിസ്ക് കുറവാണെങ്കിൽ നമ്മൾ പറയും വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ 5-ാം മാസത്തെ റുട്ടീനായിട്ട് നോർമലി സ്കാൻ ചെയ്താൽ മതി. പക്ഷേ ആ ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും റിസ്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ദെൻ വി വിൽ ഓഫർ ദെം കൺഫർമേറ്ററി ടെസ്റ്റ്. അതായത് 100% ഉറപ്പ് വരുത്തണമല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുക. അത് നമ്മൾ എല്ലാ പ്രഗ്നൻസീസിലും റൂട്ടീൻലി ചെയ്യില്ല, ബിക്കോസ് അങ്ങനത്തെ ടെസ്റ്റ് വി ആർ പുട്ടിങ് ഇൻ എ നീഡിൽ ഇൻസൈഡ് ദ മദർ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദർ ഇസ് ഓൾവേസ് എ സ്മോൾ റിസ്ക് ഓഫ് അബോർഷൻ. നമ്മൾ ഈ ഫീറ്റസ് ആവുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ള കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലൊരു നോർമൽ ഹെൽത്തി അഡൽട്ടായിട്ട് അവർക്ക് പിന്നീട് ജീവിക്കാൻ പറ്റും? പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കഴിഞ്ഞ 25 years ആയിട്ട് അങ്ങനത്തെ കുറേ ബേബീസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ഓൾ, ഐ വുഡ് സേ ഓൾമോസ്റ്റ് 95% ഓഫ് ദെം ഇപ്പോൾ കറൻ്റ്ലി സക്സസ്ഫുള്ളി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ ഓൺലി ക്യാച്ച് ദർ ഇസ് നമ്മുടെ യു ഹാവ് ടു ബി അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ജനറൽ സ്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഫൈൻഡിങ്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഒരു ഫീറ്റൽ മെഡിസിൻ സെൻറ്ററിൽ വേണം അടുത്ത ഫോളോ അപ്പിലൊക്കെ പോകാനായിട്ട്. സോ ദാറ്റ് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ടൈമിൽ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. താങ്ക് യു സോ മച്ച്. 2010 സൈമർ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഏകദേശം 15 വർഷമായി. നമ്മൾ കേട്ടിട്ടുണ്ട് സൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി സെൻറ്റർ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഫെർട്ടിലിറ്റി സെൻറ്റർ മാത്രമാണോ സൈമർ? ഈ സൈമറിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെയർമാൻ, അതായത് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ഗോപിനാഥിൻ്റെ മനസ്സിൽ വന്നൊരു വിഷനാണ്. പുള്ളിക്കാരന് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, എപ്പോഴും നമുക്ക് വി ഷുഡ് ഹാവ് വൺ പ്ലേസ് വെർ വിമൺ ക്യാൻ ഗോ ഫോർ ഓൾ പ്രോബ്ലംസ് എന്നുള്ളതായിരുന്നു ഒരു വിഷൻ. ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിലെപ്പോഴും ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു ആശുപത്രി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രസവ ആശുപത്രി അല്ലെങ്കിൽ ഒരു ഡെലിവറിക്കുള്ള ആശുപത്രി, ഒരു ബേസിക് ഗൈനക്കോളജി ആശുപത്രി, അതൊക്കെയായിരുന്നു നമ്മുടെ മുമ്പിലത്തെ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രി എന്നുള്ളൊരു വിഷൻ. പക്ഷേ പുള്ളിക്കാരനത് മനസ്സിലാക്കിയിരുന്നത് അതിൻ്റെ ഒരു ഓവറോൾ രീതിയിലായിരുന്നു. അതായത് ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രസവവും ഒരു റെഗുലർ ആയിട്ടൊരു ഗൈനക് ചെക്കപ്പ് മാത്രമല്ല ഒരു സ്ത്രീകൾക്ക് ആവശ്യമുള്ളത്.
സ്ത്രീകൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ തുടക്കം ബിക്കോസ് വി വർ എ വെരി വെരി സ്ട്രോങ് ഒരു ഗൈനക്കോളജി ഒബ്സ്റ്ററ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു സൈമർ തുടങ്ങിയത് എടപ്പാൾ വെച്ചിട്ട്. അതിൽ നിന്ന് കേരളത്തിലത്തെ ആദ്യത്തെ ഇൻഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റായി മാറി. 1996 തുടങ്ങി 1998 നമ്മുടെ ആദ്യത്തെ IVF ഫിക്സി ബേബി ജനിക്കുന്നതും. അങ്ങനെ ഇൻഫെർട്ടിലിറ്റിയിലാണ് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ തുടങ്ങി വന്നത്. പക്ഷെ അത് കൂടാതെ തന്നെ ഗ്രാജുവലി വി എൻറ്റേർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫീറ്റൽ മെഡിസിൻ ഓൾമോസ്റ്റ് ഇൻ 2000. ഇപ്പോൾ ഇന്ന് ഏകദേശം ഈ വർഷം 25 വർഷം തികയാണ് ഒരു ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അങ്ങനെ അതും ചെയ്തു. ഇപ്പോൾ ഇത് കൂടാതെ തന്നെ ഓവർ ദ ടൈം നമ്മൾ കോസ്മെറ്റിക് ഗൈനക്കോളജി, അതായത് സ്ത്രീകൾക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് സർജറി. അപ്പോൾ ഒരു വിമൻ കെയർ ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ഓൺലി pregnancy or delivery. Women is a complete being and ആ ഒരു സ്ത്രീയുടെ എല്ലാ ഓപ്ഷൻസും അല്ലെങ്കിൽ ആ സ്ത്രീയുടെ എല്ലാ റിക്വയർമെൻറ്റ്സും നമുക്ക് ആ ഒരു അണ്ടർ വൺ റൂഫ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് തൃശ്ശൂർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് വി ഹവ് ഡിസൈഡഡ് ഓർ വി ഹവ് റീബ്രാൻഡഡ് അവർ സെൽസ് ആസ് സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഫീറ്റൽ മെഡിസിൻ ഏകദേശം തുടങ്ങിയിട്ട് 25 വർഷമായി എന്നുള്ളത്. നമ്മൾ ഈ വന്ധ്യത എന്ന് പറയുമ്പോൾ അവിടെ ഫീറ്റൽ മെഡിസിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ ആസ് എഗെയിൻ ഗോപിനാഥൻ ഡോക്ടർ ഇനിഷ്യൽ ഫേസസിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ചെയ്തു തുടങ്ങിയ കാലത്ത് മനസ്സിലാക്കിയ വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു എന്നാണ് അന്ന് ഫാദർ പറഞ്ഞത്. ദാറ്റ് ചില സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായി ഒരു കുട്ടി ഉണ്ടായ സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു വൈകല്യം അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് പുള്ളിക്കാരൻ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാക്കിയത് ചിലപ്പോൾ കുട്ടി പിന്നെ ഇല്ലാത്ത ഒരു വിഷമത്തിനേക്കാട്ടും വലിയൊരു വിഷമമാണ് ഒരു വൈകല്യം ഒരു കുട്ടീനെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ കൂടി പോകുന്ന ഒരു പാരൻസിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോഴാണ് പുള്ളിക്കാരൻ റിയലൈസ് ചെയ്തത് ഇത് ഒരു പ്രഗ്നൻസി ആക്കുന്നത് മാത്രമല്ല, ഒരു വന്ധ്യത ചികിത്സ ചെയ്ത ഒരാൾക്ക് പ്രഗ്നൻസി ആക്കുന്നത് മാത്രമല്ല, അവരെ ആ പ്രഗ്നൻസിയിലൂടെ കൊണ്ടുപോയി പ്രസവിച്ച് ഒരു നല്ലൊരു കുട്ടീനെ അവരെ കയ്യിൽ ഏൽപ്പിക്കുന്ന വരെയുള്ളൊരു ദൗത്യം അതും നമ്മുടെ തന്നെയാണ്. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ്റെ ഒരു ഒറിജിൻ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പെഷ്യാലിറ്റി പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നത് ഇൻ 2000 നമ്മുടെ സൈഡിൽ നിന്ന്. ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ടുഡേ, പക്ഷേ ഒരു ഫസ്റ്റ് ഒരു 10 years ഓർ 20 years ആർക്കും അതിനൊരു ആക്സെപ്റ്റൻസ് ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ആരും അങ്ങനെ അധികം സംസാരിക്കാറില്ല, അങ്ങനത്തെ റിക്വയർമെൻറ്റ്. പക്ഷേ ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഹോസ്പിറ്റലിലും ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഇന്ന് അവൈലബിൾ ആണ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഈ മിക്ക സ്ഥലങ്ങളിലും ഉള്ള മിക്ക ഡോക്ടേഴ്സും ആർ ഓൾവേസ് ട്രെയിൻ ഫ്രം അവർ ഹോസ്പിറ്റൽ, ഒരു ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ ഈ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് മോണിറ്ററിങ് ആൻ അൺബോൺ ചൈൽഡ്, അതായത് ഗർഭാവസ്ഥയിൽ അകത്തിരിക്കുന്ന കുട്ടീനെ തന്നെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു പ്രസവത്തിന് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് മനസ്സിലാക്കി കറക്റ്റബിൾ ആണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അൺകറക്റ്റബിൾ ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കി ഇനി അടുത്തൊരു പ്രഗ്നൻസിക്ക് എങ്ങനെ നമുക്കിതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം നമ്മൾ ഒരുപാട് സാറിന് പറഞ്ഞല്ലോ ഇവിടെ പഠിച്ചു പോയവർ ഒരുപാട് പേര് ഇവിടെ ഭൂരിഭാഗം ശതമാനം ഇവിടെ പഠിച്ചു പോയ ഒരുപാട് പേരുണ്ട്. സോ ഒരുപാട് സെൻറ്റേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്, ഒരുപാട് പേര് മാർക്കറ്റ് എന്ന രീതിയിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിലെ പൈനിയേഴ്സ് എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഫാദറിനൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ പേഷ്യൻസിനെ സംബന്ധിച്ച് ബാക്കിയുള്ളവരിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ്? ഇപ്പം ഞാൻ പേഴ്സണലി ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ മോർ ദാൻ ഫീറ്റൽ മെഡിസിൻ എനിക്ക് പറയാൻ പറ്റുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഇസ് ഫ്രം എ ഫെർട്ടിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പം നമ്മൾ ഒരു അൺലൈക്ക് ടുഡേയ്സ് ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ a lot of ചെയിൻ ഓഫ് ഫെർട്ടിലിറ്റി ക്ലിനിക്സ് ഉൽപ്പാദനം. ഒരു പേഷ്യൻ്റ് വരുന്നു, നേരെ IVF ചെയ്യുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഒരു കാര്യത്തിന് നേരിടേണ്ടത്. നമ്മളെപ്പോഴും ഒരു കപ്പിള് അവർക്കൊരു വന്ധ്യത പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവർക്ക് പൂർണ്ണമായിട്ട് നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ശരിയാവാത്തത്, എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വാട്ട് ആർ യുവർ ഓപ്ഷൻസ് ഓഫ് അതർ ട്രീറ്റ്മെൻറ്റ്സ്. ഈച്ച് ഓപ്ഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റിന് എന്തായിരിക്കും അവർക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഈ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ എന്തായിരിക്കും അതിൻ്റെ ഒരു സക്സസ് റേറ്റ്. ഇതെല്ലാം വളരെ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി അവരെ ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മളോട് കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എഡ്യൂക്കേഷൻ ഓഫ് ദ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആൻഡ് എൻ ഇൻഫോംഡ് ഡിസിഷൻ. ഇപ്പം ഞങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഒരു പേഷ്യൻ്റ് ഒരിക്കലും ആ ചാടി കയറി ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. They should be also convinced. They should ask us questions. Why that treatment? Is there no other options? അതൊക്കെ മനസ്സിലാക്കി അവർക്കും കൂടി കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സൈമർ എന്ന് പറഞ്ഞാൽ വിമൻ സെൻറ്റർ ആണ്. സോ അവരുടെ മാനസിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻഫെർട്ടിലിറ്റി മാത്രമായിരിക്കില്ല. സ്ത്രീകൾക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ മെൻ്റലി അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും സൈമറിൽ അവൈലബിൾ ആണ്. ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഐ ഡി നോട്ട് സ്പെസിഫൈ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പം ഞാൻ പറഞ്ഞു കോസ്മെറ്റോളജി എന്ന് പറഞ്ഞു, ഡെൻറ്റൽ പറഞ്ഞു, സർജറി പറഞ്ഞു, പ്ലാസ്റ്റിക് സർജറി. Along with this we also have a department of psychology which we don't call that a psychology. നമ്മൾ പറയാം ഒരു മൈൻഡ് ആൻഡ് ബോഡി മെഡിസിൻ എന്ന് പറയാം, a department of mind and body medicine, because അവരെ സംബന്ധിച്ചോളം a lot of these patients, say for example infertility patients, sometimes it is more than the disease. അവരുടെ ഒരു മെൻ്റൽ ട്രോമ or mental agony going through this treatment ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നമ്മൾക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റി. See, there is years to listen to them. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആസ് എ ഡോക്ടർ വി ആർ ഓൾസോ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഒബ്വിയസ്ലി എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. വി വിൽ നോട്ട് ബി ഏബിൾ ടു ഗിവ് സോ മച്ച് ഓഫ് ടൈം ടു എ പേഷ്യൻറ്റ് ടു ലിസൺ ടു എവറിത്തിങ്. പക്ഷേ നമുക്ക് പറ്റാവുന്നത് നമ്മൾ ചെയ്യുക. അത് കൂടാതെ തന്നെ വി ഹാവ് സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ എവറി പേഷ്യൻറ്റ് ഹു കംസ് ടു അവർ ഹോസ്പിറ്റൽ എസ്പെഷ്യലി ഫോർ ഫെർട്ടിലിറ്റി ഹാസ് ടു അണ്ടർഗോ എ കമ്പൽസറി കൗൺസിലിംഗ് വിത്ത് എ സൈക്കോളജിസ്റ്റ് which is included in our initial consultations. സോ ഏകദേശം 15 വർഷമായി സൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഒരു വുമൻ്റെ എല്ലാ സെക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി വളരെയധികം സന്തോഷം വന്നു. സോ ഇതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളതിലും വളരെ ഭംഗിയായിട്ട് എല്ലാ സ്ത്രീകളുടെ ഇഷ്യൂസും സോൾവ് ചെയ്ത് സൈമറിന് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. Thank you so much.